നമസ്കാരം, ഞാൻ ഡോക്ടർ ദിലീപ്. ഇന്നിവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഇവിടെ വന്നേക്കാണ്. അംബുജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദിക് റിസർച്ച് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ്റെ ഒരു സർവേയുടെ ഭാഗമായിട്ട് പൊതുജന സ്വീകാര്യത എത്രത്തോളം ആയുർവേദത്തിനുണ്ട് എന്നുള്ളൊരു വിഷയവും ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഭാരതീയ മൂല്യമുള്ള ആയുർവേദത്തിൻ്റെ പ്രസക്തമായ ഒരു വേദശാഖയായിട്ടുള്ള പഞ്ചമവേദമായിട്ടുള്ള പ്രണവവേദം എന്ന് പറയുന്ന ഒരു വിഷയം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അതിനെക്കുറിച്ചൊരു ചർച്ചയും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഒരു കൂട്ടം ആളുകൾ വന്ന് ചർച്ചയ്ക്ക് വേദി ഒരുങ്ങുന്നത്. ഇതിനകത്ത് പങ്കെടുക്കുന്നത് ഡോക്ടർ ഹരിഗോവിന്ദൻ, എൻ്റെ ജൂനിയർ ഡോക്ടറാണ്. സന്തോഷ്, അദ്ദേഹം പ്രണവവേദത്തിൻ്റെ ഒരു വിജ്ഞാതാവാണ്, ഒരു പ്രചാരകനും കൂടിയാണ്. ശ്രീ മോഹൻജി ഇതിനൊക്കെ വളരെ താല്പര്യപൂർവ്വം ആയുർവേദത്തെയും എൻ്റെ യഥാർത്ഥ രീതിയിലുള്ള പ്രായോഗികതയും കുറിച്ച് പല വേദികളിലും പോയി സംസാരിക്കുന്ന ആളാണ്, വളരെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അരുൺ ആൻ്റണി, എൻ്റെ സുഹൃത്ത്, ആയുർവേദത്തിൻ്റെ വെൽവിഷർ, നിരവധി യാത്രകൾ എൻ്റെ കൂടെ നടത്തി വളരെ അവിചാരിതമായിട്ട് ആയുർവേദത്തെക്കുറിച്ച് അറിയുകയും അതിൻ്റെ സാധ്യതകളെ ലോകത്തോട് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടാണ് അരുൺ ആൻ്റണി. സന്തോഷ് എൻ്റെ HR മാനേജറാണ്. ഭാരതം മുഴുവൻ അദ്ദേഹം എനിക്ക് വേണ്ടി, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി, എൻ്റെ ഡോക്ടർമാർക്ക് വേണ്ടി സ്വന്തം സഹോദരങ്ങളെ പോലെ കണ്ട് രാജ്യം മുഴുവൻ യാത്ര ചെയ്ത് മരുന്നുകൾ പ്രൊക്യൂർ ചെയ്യുന്ന, സംഭരിക്കുന്ന ഒരു പ്രധാന ഹ്യൂമൻ റിസോഴ്സാണ്, ഒരു വ്യക്തിയാണ് സന്തോഷ് ജി. അപ്പം ഇവരെല്ലാം ഇന്നിവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ചയ്ക്ക് വേണ്ടി വരികയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമുക്കിന്ന് വളരെ ജനങ്ങളുടെ വളരെ ബേസിക് ആയിട്ടുള്ള ചില സംശയങ്ങളും തുടങ്ങാൻ ശ്രമിക്കാം. ആധുനിക ലോകത്തിൽ ആയുർവേദ പോലത്തെ ഒരു ശാസ്ത്രത്തിന് പ്രസക്തി ഉണ്ടോ? മോഡേൺ മെഡിസിൻ എന്ന് എളുപ്പത്തിൽ വിളിക്കുന്ന അലോപ്പതി ശാസ്ത്രത്തിന് എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് ഉണ്ട്, പെട്ടെന്ന് ആക്സസിബിൾ ആണ്, എളുപ്പം തോന്നുന്നു, വിശ്വാസയോഗ്യമാണ്. എന്തിന് ആയുർവേദം പോലത്തെ ശാസ്ത്രം, എന്തിന് 21-ാം നൂറ്റാണ്ടിലും നമ്മൾ പ്രാചീനമായ ആയുർവേദം പോലത്തെ ശാസ്ത്രത്തിൻ്റെ പുറകെ പോകും എന്നതിനെ പറ്റി എന്തെങ്കിലും ഒരു ജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ ഡോക്ടർക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യും? തീർച്ചയായിട്ടും. രോഗം, ആരോഗ്യം, ഈ സങ്കല്പത്തിൻ്റെ ആദ്യം ജനങ്ങൾ മാറ്റുകയും അവർക്ക് ദീർഘായുസ് മനസ്സമാധാനം കിട്ടുകയുള്ളൂ. ഒരു വാസ്തവം. എന്താണ് രോഗമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, സ്ഥാപിത താല്പര്യങ്ങൾ. അപ്പോൾ ഇത് രോഗമാണെന്ന് ധരിക്കുകയും അത് കേട്ട് അത് പൂർണ്ണമായിട്ടും അന്ധമായിട്ട് വിശ്വസിക്കുകയും അതിന് ഉപോത്ബലകമായിട്ട് നിരത്തുന്ന ശാസ്ത്രീയമെന്ന് അവകാശപ്പെടുന്ന എക്സ്പെരിമെൻ്റൽ എവിഡൻസ് എന്ന് പറയുന്ന ഹൈപ്പോത്തസിസ് ആ ലെവലിൽ ജനങ്ങൾക്ക് ഒരിക്കലും ചിന്തിച്ചെത്താൻ ഒക്കാത്ത ഒരു പരിസ്ഥിതിയിലാണ് ഈ രണ്ട് കാര്യവും അറിയാത്ത, മറ്റൊരു രീതിയിൽ വളർത്തിയെടുത്ത ഭിഷഗ്വരന്മാർ എന്ന് പറയുന്ന വെസ്റ്റേൺ ഡോക്ടേഴ്സ് നമ്മുടെ രാജ്യത്തെ പരിശോധിച്ച് നടത്തുന്നത്. ഇതിവിടെ പറയേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് രോഗമാണെന്ന് ഒരാൾ ധരിക്കുകയും അയാളെ ധരിപ്പിക്കുകയും ഒരു വലിയ പരിധി പീഡിപ്പിക്കുകയും മാനസികമായിട്ട് അതിൽ പൂർണ്ണമായിട്ടും സമർപ്പിക്കുകയും ചെയ്യുന്ന അല്പായുസക്കളായിട്ടുള്ള ജനങ്ങളെയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു, മനസ്സമാധാനം, ദീർഘായുസമാണ്. ഇത് രണ്ടും ജനങ്ങൾക്ക് കിട്ടുന്നില്ല. അതിനെ സാധൂകരിക്കാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബ് പോലെയുള്ള, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള പൊതുജന സമൂഹ മാധ്യമങ്ങളിൽ പഴയ കാലത്ത് രാജാക്കന്മാർക്ക് ആയുഷ് കുറവായിരുന്നെന്നും ഇപ്പോഴത്തെ ജനങ്ങൾ ഭയങ്കര ആയുഷാണെന്നും രോഗങ്ങളൊന്നും കൂടെ ഇല്ലെന്നും 2000-ഓടെ പൂർണ്ണ ആരോഗ്യമാണെന്നും ഒക്കെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഒന്നടങ്കം മറ്റൊരു ലോകത്തിലേക്ക് നയിച്ച്
കെമിക്കൽ റവല്യൂഷൻ്റെ ബലിയാടുകളായി മാറ്റുന്ന ഒരു 3.5 ദശാബ്ദമാണ് കടന്നുപോയത്. അവിടെ ആയുർവേദത്തിന് തീർച്ചയായും പ്രസക്തിയില്ല. ആയുർവേദത്തിൻ്റെ പ്രാധാന്യം ഒരു ഭരണകൂടവും അതിനുവേണ്ടി ബാധിക്കില്ല. ധനപരമായിട്ടുള്ള വിനിയോഗങ്ങളും ധന കൊണ്ടുള്ള സന്തോഷങ്ങളും അത് കുമിഞ്ഞുകൂടുന്ന ആർത്തിയുമൊക്കെ പൊതുവെ നടപാടുന്ന ഇന്നത്തെ സമൂഹത്തിൽ തീർച്ചയായിട്ടും ആയുർവേദത്തിൽ പരിമിതികളേറെയുണ്ട്. അതുകൊണ്ട് തന്നെ ആയുർവേദ കലാലയങ്ങളിൽ പഠിക്കുന്ന ഒരുപാട് കഷ്ടപ്പെട്ട് നീറ്റൊക്കെ എഴുതി വരുന്ന കുട്ടികൾ അവിടെ മുതൽ തുടങ്ങണം. ഞാൻ പറഞ്ഞത് കുട്ടികൾ ഡോക്ടറാകാൻ വേണ്ടി മാത്രമല്ലാതെ കൂടി വരുന്നുണ്ട് ആയുർവേദം പഠിക്കാൻ. വെറും ഡോക്ടറാകാൻ വേണ്ടി ഒരുപാട് കോഴ്സുകൾ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആയുർവേദ കോളേജുകൾ പ്രത്യേകിച്ചും ഒരു ഫാൾ ബാക്ക് ഓപ്ഷൻ അപ്പുറത്തേക്ക് ഇത് ചികിത്സിക്കണമെന്ന് ആഗ്രഹിച്ചു വന്ന കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികളെ നിരാശരാക്കുന്ന അധ്യാപന സംസ്കാരമാണ് വളർത്തിയെടുക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നത്. അത് നമ്മുടെ സങ്കല്പവും പ്രാചീന ഭാരതത്തിന്റെ ഏറ്റവും വലിയ വസ്തുതയുമാണ്. ഭേഷജി രോഗഭയം, ഭേഷം എന്ന് പറഞ്ഞ രോഗഭയം നേരെ തിരിച്ച് റൈറ്റ് ടൈം. ഭേഷം എന്ന് പറയുന്നത് അലോപ്പതിയിലെ ഫാർമക്കോളജി, സിദ്ധയിൽ കൊണപാടം, യുനാനിൽ ഇരുമുൽ അവത ടക്ലീസ്, അലോപ്പതിയിലെ ഫാർമക്കോളജി, ആയുർവേദത്തിൽ ഭേഷജ കൽപ്പന. ഈ ഭേഷജ കൽപ്പന എന്ന് പറയുന്നത് ഭേഷം വെച്ച് രോഗഭയം ജയിക്കുക, രോഗഭയത്തെ ജയിക്കുക എന്നാണ് ആ മരുന്നിൻ്റെ പേര്. ആ മരുന്ന് ഔഷധത്വത്തിൻ്റെ പേര് കഴിഞ്ഞാൽ അവിടെ മനുഷ്യൻ ഭയക്കരുത്. ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു വൈദ്യനെ വീണ്ടും ഒരു പേടിച്ച് വന്നാൽ വീണ്ടും പേടിപ്പിച്ച് ഉള്ള ചികിത്സ സംസ്കാരമല്ല ഭാരതീയ ദർശനങ്ങളിലുള്ളത്. തെറ്റാണ്, അധർമ്മമാണ്. ഡോക്ടർ, ഒരു കാലഘട്ടത്തിന് മുമ്പ് രോഗത്തെ ഭയപ്പെടുന്ന സമൂഹം ഇല്ലായിരുന്നു. രോഗത്തെ ഭയത്താൽ കാണുന്ന സമൂഹം ഇല്ലായിരുന്നു. അതെന്നു മുതലാണ് അതെന്നാണോ വിദേശ ശക്തികൾ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമൂഹത്തിലേക്ക് ആഴ്ന്നിറങ്ങിയത് അന്ന് മുതൽ വിദേശ ശക്തികളുടെ അവരുടെ വൈദേശിക സംസ്കാരം ആരോഗ്യ പരിപാലനത്തിനും ഇതാണ് ആരോഗ്യമെന്നും മറ്റേത് രോഗമല്ലെന്നും ഇതാണ് രോഗമെന്നും ഒക്കെ ധരിപ്പിച്ച് പഴയ ഭരണകർത്താക്കളെ തെറ്റിദ്ധരിപ്പിച്ച് ഭാരതത്തിന്റെ മൂല്യങ്ങൾക്ക് ശോഷണം സംഭവിച്ചുകൊണ്ടല്ലേ? തീർച്ചയായും ആ മൂല്യശോഷണം അല്ലേ ഭയത്തിന്റെ കാരണം? 100% കറക്റ്റാണ്. അപ്പോൾ മൂല്യശോഷണം തന്നെയാണ്. അപ്പൊ എവിടെ നിന്ന് നമുക്ക് ഇനി ആ മൂല്യശോഷണം തിരികെ എത്തിക്കാൻ പറ്റുക? അതിന് കർമ്മം മാത്രമേ രക്ഷയുള്ളൂ, ബോധവൽക്കരണം നടക്കത്തില്ല. ഇതിന് ആയുർവേദ ഡോക്ടർമാർ വന്ന വഴി തിരിച്ചു പോയിട്ട് അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നുള്ള ഒരു ചാണക്യ തന്ത്രം മാത്രമേ ഇവിടെ നടക്കും. അത് വളരെ പെട്ടെന്ന് സാധ്യമാകുന്നതാണ്. അതിന് അവർക്ക് ആയുധങ്ങൾ കൊടുത്താൽ മതി. എന്താണത്? ഗുണപ്രാപ്തിയുള്ള മരുന്നുകൾ. അത് കൃഷി ചെയ്യാൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾ വീണ്ടും ഞാൻ പറയുന്നത് ജാതിമത പാർട്ടിയുടെ മന്യേ ജനങ്ങൾ ഒന്നിച്ച് ഇത് രാഷ്ട്രീയ സേവനമായി മുന്നിൽ കണ്ട് കൃഷിക്കാർ ഓർഗാനിക്കായിട്ട് മരുന്ന് കൃഷി ചെയ്ത് കോളേജുകളും സർക്കാരുകൾ ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് മരുന്ന് കൃഷി ചെയ്ത് അത് സാധ്യമാകണമെങ്കിൽ ഒരാൾ വിചാരിച്ച പറ്റില്ല. അതിനൊരു ഗ്രൂപ്പ് ആയുർവേദ ഡോക്ടർമാർ ആവശ്യക്കാരായിട്ട് വരണം. അവർക്ക് അതിന് ആവശ്യത്തോന്നിരിക്കുകയും അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ 1 വർഷമോ 2 വർഷം കൊണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് നടത്തിയെടുക്കാൻ സാധിക്കും. അതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 30 വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ തെളിവുകളാണ്, ഒരു ശേഷിപ്പുകളുമാണ്. അത് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളൊരു വലിയ സ്വപ്നമാണ് എനിക്ക് ഉള്ളത്. അടുത്ത തലമുറ മാത്രമാണ് എനിക്ക് ടാർഗറ്റ്. അപ്പോൾ ഇനി ചികിത്സ തുടങ്ങാൻ പോകുന്ന ആയുർവേദ ഡോക്ടർമാർ ഈ പതിവ് പല്ലവി ആവർത്തിക്കാതെ അങ്ങ് പറഞ്ഞ ആ വഴിയിൽ കൂടെ മൂല്യശോഷണം തിരിച്ചറിയുകയും അത് എനിക്കിപ്പോഴും വീട്ടിൽ ഞാൻ ചോദിക്കുകയാണ്, ആ മൂല്യശോഷണത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ തിരിഞ്ഞു നടക്കുക എന്നുള്ളത് വളരെ എളുപ്പമെന്ന് സാധിക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ
ഇന്നലെ വരെ പറഞ്ഞതും കേട്ടതും ചെയ്തതിനെ മുഴുവൻ മാറ്റി വെച്ചിട്ട് തിരിഞ്ഞു നടക്കാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ നമുക്ക് സമൂഹം എന്ന് പറയുന്ന, സമാജം എന്ന് പറയുന്നത്, നമ്മളെ ആശ്രയിക്കുന്ന, നമ്മൾ പഠിച്ചതും നമ്മുടെ ശിഷ്യന്മാരും ഗുരുക്കന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞതെല്ലാം നമ്മൾ തിരിച്ചു നടക്കേണ്ടി വരും. അത് പെട്ടെന്ന് ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമാണോ